എട്ടാം മാസം ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ തിരിവുകൾ നിങ്ങൾ കാണുന്ന ഒരു മാസമായിരിക്കും. അബ്രഹാമിന്റെ വീട്ടിൽ പെട്ടെന്നൊരു ദിവസം ദൂതൻ കയറി വന്ന് അവന്റെ ലൈഫിന്റെ വാഗ്ദത്തങ്ങളെ തിരിച്ചു മാറ്റിയതുപോലെ, തിബരിയോസിൽ പത്രോസിനെ തേടി വന്ന് യേശു കർത്താവ് അവനെ തിരിച്ചതുപോലെ, ഡെമാസ്കസിൽ വെച്ച് പൗലോസിന്റെ ജീവിതത്തെ തിരിച്ചുവിട്ടതുപോലെ, നിന്റെ ജീവിതത്തിന്റെ നിരാശകളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ നിന്റെ ലൈഫിൽ ദൈവം ഒരു തിരിവ് നടത്തുന്ന മാസമായിരിക്കും എട്ടാം മാസമെന്ന് നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ്. നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി വരുന്ന മാസങ്ങളായിരിക്കും എട്ടാമത്തെ മാസം. പ്രത്യേകിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, ക്ഷീണിച്ചു പോകാതെ സഞ്ചരിക്കുകയും ചെയ്യും. ആമേൻ. ഇന്ന് രാവിലെ വിശ്വസിക്കുക, നീ ശക്തിയെ പുതുക്കുന്ന മാസമായിരിക്കും എട്ടാമത്തെ മാസം എന്ന് പറയുന്നത്. തീർന്നില്ല, നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികളുടെ കൃത്യതയും ക്ലാരിറ്റിയും എന്റെ ദൈവം നിനക്ക് കാണിച്ചു തരുന്ന മാസങ്ങളിലും ദിവസങ്ങളിലുമാണ് നിങ്ങൾ ഇരിക്കുന്നത്. ആമേൻ പറഞ്ഞ് ഈ ദൂതനെ നിങ്ങൾ സ്വീകരിക്കണം. ആവർത്തിച്ച് ഞാൻ പറയുന്നു, എട്ടാം മാസം ദൈവികമായ തിരിവുകൾ നീയും നിന്റെ തലമുറയും അനുഭവിക്കാൻ പോകുന്നു. വിശ്വാസത്തോടെ ആമേൻ പറയുക. ആവർത്തിക്കുന്നു, എട്ടാം മാസം നിന്റെ ലൈഫിനെ തിരിക്കുന്ന ദൈവിക പദ്ധതികളുടെ മാസമായിരിക്കും. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ കണ്ടത് ഒരു അപ്പോസ്തലൻ പ്രവചിച്ചതാണ്. പ്രേക്ഷകർക്ക് എഴുതുന്നു. എപ്പോഴും പലരും പറയുന്നത് ഞാൻ പെന്തക്കോസ്തുകാർക്ക് എതിരാണ്. ഒരിക്കലും എതിരല്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കുന്നത് എങ്ങനെ? അങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇത് കണ്ടപ്പോൾ കൊറോണയ്ക്ക് മുൻപ്, അതായത് 2019 ഡിസംബറിൽ അപ്പോസ്തലൻ ടിറ്റുമോൻ കൊട്ടാരക്കരയിൽ നടത്തിയ പ്രവചനമാണ് ഓർമ്മ വന്നത്. വരാൻ പോകുന്നത് അനുഗ്രഹങ്ങളുടെ വർഷമാണ്. എല്ലാവരെയും അനുഗ്രഹിക്കും, പേരും പാലും ഒഴുകുമെന്നൊക്കെ പച്ചങ്ങ് കാച്ചിയിട്ട് കിട്ടിയതോ കൊറോണയും. അതുപോലെയാണ് ഇതും. ഇത് എട്ടാം മാസം തന്നെയാണ്. തിരുവിന്റെ മാസമാണല്ലേ? ശരിയാ. ഇന്നലെ സ്വിച്ചിട്ട ഉടനെ ഫാൻ കിടന്ന് തിരിഞ്ഞു കറങ്ങി. എട്ടാം മാസം ഓഗസ്റ്റ് മാസം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് പറയാഞ്ഞത് ഭാഗ്യം. തിരുവല്ല, പിരിവാണ് മുഖ്യം. മണി പോലെ വന്ന് വീഴാൻ ഇതൊക്കെ ധാരാളം. പ്രവചിച്ചോളൂ. എല്ലാ മാസവും ഇങ്ങനെ പ്രവചിച്ച് മാസഫലം പറയുന്ന പരിപാടിയിലേക്ക് തിരിഞ്ഞ് കാണിപ്പയ്യൂരിന്റെ പണി കളയരുത്. വചനം ധ്യാനിക്കാത്ത മൊണ്ണ വിശ്വാസികൾ ഉള്ള കാലത്തോളം ഇതല്ല ഇതിനപ്പുറം കേൾക്കും. ഇങ്ങനെ പോയാൽ ആറ്റുകാൽ രാധാകൃഷ്ണനും കൂട്ടരും പിച്ചച്ചട്ടി എടുക്കും. പലരും തന്നെ നേരത്തെ കട പൂട്ടി. ഒരു പ്രവാചകൻ ദൈവത്തിൽ നിന്ന് ഒരു സന്ദേശം സ്വീകരിക്കുകയും അത് വാക്കാനുള്ള നിർദ്ദേശമായോ മറ്റു വാക്കുകളായോ ദർശനമായോ സ്വപ്നമായോ ആകട്ടെ, തുടർന്ന് ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയും വേണം. ഇതിപ്പോൾ പൈസയ്ക്ക് വേണ്ടി സ്വയം പ്രശംസ തേടി ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കാതെ പറയുന്ന കള്ളപ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എട്ടാം മാസത്തിൽ ധനവാനെല്ലാം ദരിദ്രനാകും, ദരിദ്രനെല്ലാം ധനവാനാകും. ബാക്കിയുള്ള ഒരു മാസത്തിൽ ദൈവം ഒന്നും പ്രവർത്തിക്കത്തില്ല. റെസ്റ്റിലാണ് ദൈവം, അല്ലെ? വേറൊരു മാസത്തിലും ക്ലാരിറ്റി കാണില്ല. ദൈവജനം വളരെ സൂക്ഷിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.